ദൈവത്തിന്റെ കമാൻഡിങ്ങുമായിട്ട് മോശ കയറി താഴെ വരികയാണ്. കാണുന്ന കാഴ്ച കാളക്കുട്ടിയെ, സകല സ്വർണവും ഒരുക്കി കാളക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ജനതയാണ്. വളരെ ദേഷ്യത്തോടുകൂടെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ദൈവം കൊടുത്ത ആ ഒരു വലിയ നിവർത്തിയെ, ആ വലിയ പുതിയ നിയമത്തിന്റെ ആ ഒരു ടെസ്റ്റുമണിയെ മോശ ദേഷ്യം കൊണ്ട് ഉടച്ചു കളയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാളക്കുട്ടിയുടെ നൃത്തത്തിനും ഈ കാളക്കുട്ടി എന്ന വിഗ്രഹത്തിന്റെ പർപ്പസ് അവിടെ വെളിപ്പെട്ടത്. പിശാച് തകർക്കുവാൻ നോക്കുന്നതെന്തോ, പിശാച് തകർക്കുവാൻ ശ്രമിക്കുന്നതെന്തോ, ഇപ്പോൾ നിങ്ങളുടെ കരത്തിൽ അത് ഭദ്രമാണ്. മോശയോട് ഞാൻ ചോദിക്കാം, മോശെ, എന്തുകൊണ്ടാണ് നീ ആ നിയമപ്പെട്ടകം അല്ലെങ്കിൽ ആ 10 കൽപ്പനകൾ അടങ്ങിയ ആ ഫലകം, ആ ഫലകം നീ ഉടച്ചു കളഞ്ഞത്? ജൈവജനത്തിനെതിരെ ദൈവത്തിന് നേരെ തിരിഞ്ഞ ഒരു ജനത്തെ കണ്ടിട്ടാണ്. ഞാൻ മോശയോട് ചോദിക്കുന്നു, മോശെ, നിന്നെ കണ്ടിട്ടല്ലേ ആ കാളക്കുട്ടി നോക്കി നിന്നത്? നിനക്ക് വേണ്ടിയല്ലേ ആ കാളക്കുട്ടി താഴ്വാരത്തിൽ വെയിറ്റ് ചെയ്തത്? നിന്റെ കൈ നിൽക്കുന്നതെന്തോ അത് വിലപ്പെട്ടതാണ്, അത് എന്തോ അനുഗ്രഹമാണെന്ന് കണ്ട് അത് ഉടച്ചു കളയുവാനുമല്ലേ, അത് ഉടച്ചു കളയാനല്ലേ പിശാച് പരിശ്രമിക്കുന്നത്? അത് ദൈവവേദനെ നിന്റെ കരത്തിൽ എന്തോ ഒന്ന് ദൈവം തന്നിട്ടുണ്ട്, നിന്നോട് ചേർന്ന് നിൽക്കുന്നത് എന്തോ ഒന്ന് ദൈവം തന്നിട്ടുണ്ട്. അതിനെ ഉടയ്ക്കുവാനാണ് വിഗ്രഹത്തെ ദൈവം നിന്റെ മുമ്പിൽ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലതും ഉടയ്ക്കുവാൻ എളുപ്പമാണ്. ദൈവം തന്ന നല്ല ജീവിതം, ദൈവം നല്ല വിദ്യാഭ്യാസം, നല്ല ഫാമിലി, നല്ല പേരൻസ്, നല്ല ലൈഫ്, നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉടയ്ക്കാൻ എളുപ്പമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പിന്നീടുള്ള 40 ദിവസം മോശ തന്നെ എഴുതിയെന്നാണ്. തന്നെ എഴുതുമ്പോൾ അതിന്റെ മിസ്റ്റേക്ക് സംഭവിക്കാം. മോശ ഒരു കല്ല് വെട്ടിയെടുത്തു, അതിലെഴുതാൻ തുടങ്ങിയപ്പോൾ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കല്ലിൽ അത് മായ്ക്കാൻ പറ്റത്തില്ല, അടുത്ത കല്ല് വെട്ടി. ഞാനിങ്ങനെ പറയാം, മോശ ഈസിയായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ രണ്ടാമത് ലഭിക്കുവാൻ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ക്ഷമയും വേണ്ടി വന്നു. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ ഉടയ്ക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശത്രു മുന്നേ വരുമ്പോൾ നിന്റെ നന്മയുടെ വാതിലുകളെ നീ തന്നെ ഉടയ്ക്കുവാൻ ഞാൻ ചോദിക്കാം, അഹരോനാണ് അത് ഉടച്ചത്? വേറെ ആരുമല്ല. അത് ഉടയ്ക്കാൻ കഴിയുന്നത് മോശയ്ക്ക് തന്നെയാണ്. നിന്റെ ലൈഫിനെ ഉടയ്ക്കാൻ കഴിയുന്നത്, നിന്റെ നന്മയെ, ദൈവം തന്നതിനെ ചേർത്ത് നിർത്തേണ്ടതിനെ, ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിച്ച ശുശ്രൂഷകളെ, ലൈഫിനെ, ഫാമിലിയെ, റിലേഷൻഷിപ്പിനെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മക്കൾ അമ്മ റിലേഷൻഷിപ്പ്, ചർച്ച് റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പിനെ ഉടച്ചു കളയുവാൻ പിശാചാകുന്നവൻ നിന്റെ മുമ്പിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി നിന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, നിന്നെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ ആത്മാവിൽ പറയാം, അതിനെ ഉടച്ചു കളയാതെ അതിനെ ജയിക്കുവാൻ കഴിയുന്ന ഒരുത്തൻ ഉയരത്തിൽ ആ സീനായിൽ ഇപ്പോഴും സാന്നിധ്യമായി നിലനിൽക്കുന്നു.